നവകേരള സദസ്സിലെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന് 24 റിപ്പോർട്ടർക്കെതിരെ കേസെടുത്ത പോലീസ്. പ്രതിപക്ഷ യുവജന വിഭാഗത്തിന്റെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിനാണ് 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ പോലീസ് കേസെടുത്തത്. കുറുപ്പംപടി പോലീസാണ് 5-ാം പ്രതിയാക്കി വിനീതയ്ക്കെതിരെ കേസെടുത്തത്. പ്രതിഷേധം നടക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്നതാണ് പോലീസിന്റെ വിചിത്രമായ വാദം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ ഈ സംഭവ സ്ഥലത്ത് പോകാതെ റിപ്പോർട്ട് ചെയ്തോളൂ എന്നാണോ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മോട് പറയുന്നത്? ഹെസ്കേൻ, ഈ കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിലെ CI അദ്ദേഹം ഇപ്പോൾ തന്നിരിക്കുന്ന ഈ കഴിഞ്ഞ ദിവസം തന്ന അദ്ദേഹത്തിന്റെ നോട്ടീസും ഇന്നിട്ടിരിക്കുന്ന FIR-ഉം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടും വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ അനുവാദം മുൻകൂട്ടി വാങ്ങണം എന്നുള്ളതാണ്. എവിടെ നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്യണമെന്ന് അദ്ദേഹം പറയും, അതനുസരിച്ച് നിങ്ങൾ ചെയ്യണം, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം ഈ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് എറണാകുളത്തെത്തിയപ്പോൾ വളരെ മികച്ച രീതിയിൽ കവർ ചെയ്ത ആളുകളാണ് നമ്മൾ. അത് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ കോൺഗ്രസിന്റെ യുവജന സംഘടനകളുടെ പ്രതിഷേധം അരങ്ങേറി. സ്വാഭാവികമായും ചെയ്യുന്ന നടപടി ഇത്തരം പ്രതിഷേധങ്ങൾ വരുമ്പോൾ നമ്മളെ അറിയിക്കും, ഇന്ന സ്ഥലത്ത് പ്രതിഷേധമുണ്ട്, സാധ്യമെങ്കിൽ നിങ്ങൾ കവർ ചെയ്ത് നൽകണം എന്ന് പറയാറുണ്ട്. അത് SFI പറയാറുണ്ട്, ABVP പറയാറുണ്ട്, KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ പറയാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോകും. അന്ന് ആ സ്ഥലത്ത് ആദ്യം എത്തിയതും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതും വിനീത വിജിയാണ്. അത് ഗൂഢാലോചനയിൽ പങ്കാളിത്തം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യാഖ്യാനിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ആ നേതാക്കളുമായി വിനീത വിജി പലതവണ ഫോൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മാധ്യമ പ്രവർത്തകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം മൈക്ക്. ഈ വിഷ്വൽ മീഡിയ ജേർണലിസ്റ്റിന്റെ മൈക്ക് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അയാളുടെ ഫോൺ എന്ന് പറയുന്നത്. അതിലേക്ക് നിരവധി ഫോൺ കോളുകൾ ഒരു ദിവസം വരും, അതിലേക്ക് ഒട്ടനവധി മെസ്സേജുകൾ വരും, രഹസ്യങ്ങൾ വരും, പരസ്യപ്പെടുത്താൻ കഴിയാത്ത പല കാര്യങ്ങൾ ഉണ്ടാകും, ചിലത് പരസ്യപ്പെടുത്താൻ സാധിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അതെല്ലാം തന്നെ പോലീസിനോട് പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇന്നലെയാണ് നമുക്ക് നോട്ടീസ് കിട്ടുന്നത്, ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പറഞ്ഞ് നമുക്ക് അസൗകര്യം അറിയിച്ചു. ഇന്നിപ്പോൾ 2:30-ക്ക് കോടതി മുൻപാകെ 120B ചാർജ് ചെയ്ത് ഈ റിപ്പോർട്ടും സമർപ്പിച്ചു. 120B ചാർജ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മറ്റ് പ്രതികൾക്കെതിരെ ഏതൊക്കെ വകുപ്പുണ്ടോ അത് മുഴുവൻ അട്രാക്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. 308, 353 അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ വിനീത വിജി എന്ന മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുകയാണ് പോലീസ്. അതിന് അവർ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ സാന്നിധ്യം ഈ ഷൂവെയർ നടന്ന സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു വിഷ്വൽ മീഡിയ ജേർണലിസ്റ്റ് ആ സ്ഥലത്ത് പോയി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവർക്കത് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ എത്തണം. തത്സമയം അത് പ്രേക്ഷകനെ അറിയിച്ചതും വിനീത വിജിയാണ്. ശേഷം മൂവാറ്റുപുഴയിലെ നവകേരള സദസ്സും വിനീത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനിയൊന്ന്, ഈ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ കോടതിയിൽ നിലനിൽക്കുമോ എന്നുള്ളതാണ്. ഒരു കാര്യം ആലോചിക്കണം, ഈ കേസിലെ യഥാർത്ഥ പ്രതികളായ യൂത്ത് കോൺഗ്രസ്സുകാരെ അന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഈ കുറുപ്പംപടി CIയും അന്ന് ഹാജരായ സർക്കാർ അഭിഭാഷകനും കണക്കിന് വിമർശനം ഏറ്റുവാങ്ങിയതാണ്. ഒരു റബ്ബർ ഷൂ എറിഞ്ഞാൽ ഈ വാഹനം എങ്ങനെ മറിയും, ഈ വധശ്രമം എങ്ങനെ ചുമത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് കോടതി ചോദിച്ചു. ഒരു 120Bയോ അതോടൊപ്പം ഒരു 308 ഇട്ടാൽ അന്നൊരിക്കലും ജാമ്യം കിട്ടുന്നതല്ല. പക്ഷേ ഒരു മജിസ്ട്രേറ്റ് കോടതി ഈ പ്രതികൾക്ക് അന്ന് ജാമ്യം നൽകി വിട്ടയച്ചു. അതിൽ നിന്ന് തന്നെ അത് കുക്ഡപ്പ് ആയിരുന്നു ആ FIR എന്ന് കോടതിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് അതേ കേസിലേക്ക് 5-ാം പ്രതിയാക്കിയിരിക്കുന്നു. വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ വിനീത വിജിയെ അത്യന്തം പരിഹാസ്യമായ നടപടി ഉണ്ടായിരിക്കുന്നു കുറുപ്പംപടി പോലീസിന്റെ ഭാഗത്തു നിന്നും കുറുപ്പംപടി CIയുടെ ഭാഗത്തു നിന്നും. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. എനിക്ക് തോന്നുന്നത് പോലീസിന് കടുത്ത വീഴ്ചയാണ് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും സംരക്ഷണം ഒരുക്കുന്നതിൽ. അവർക്കുണ്ടായ പിഴവ് മാധ്യമപ്രവർത്തകരുടെ മേളിൽ വെച്ച് കെട്ടാനുള്ള ഒരു ഗൂഢ നീക്കവും ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല, ഒരു റബ്ബർ ഷൂ എറിഞ്ഞ് ഒരു കവചിത വാഹനത്തിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുന്ന ആളുകളെ കൊലപ്പെടുത്തി കളയാം എന്ന് കണ്ടുപിടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ പ്രതികളെ ഹാജരാക്കിയപ്പോൾ തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇന്ത്യൻ ശിക്ഷാ നിയമം 308, 120B ഒക്കെ ഇവർ ഇട്ട് കോടതി കയറ്റിയപ്പോൾ കോടതി തന്നെ ചോദിച്ചതാണ്, റബ്ബർ ഷൂ എറിഞ്ഞതിന് വധശ്രമം എങ്ങനെ നിലനിൽക്കും എന്ന് ചോദിച്ചപ്പോൾ ഇളിപ്പിരായി മടങ്ങിപ്പോകുന്നതാണ് നമ്മുടെ പോലീസ്. ഒരുപക്ഷെ മിടുക്കരായ നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാകുകയാണ് ഇവരൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നീതിന്യായവും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുവാനും അതേപോലെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാനും ഞങ്ങൾ നീതിന്യായ സംഘടനകളെ സമീപിക്കാം എന്ന്
എന്ന് മാത്രവുമല്ല, പോലീസ് വിചാരിക്കുന്നത് പോലെ ഇതൊന്നും കണ്ട് ഞങ്ങൾ പെട്ടെന്ന് വിരണ്ടു പോകുന്നവരല്ല, അറസ്റ്റൊക്കെ വരിച്ച് ഞങ്ങൾക്കും അത്യാവശ്യം പരിചയമുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, റബ്ബർ ഷൂ കൊണ്ടെറിഞ്ഞാൽ ഒരാൾ കൊല്ലപ്പെടും എന്ന് കണ്ടുപിടിച്ച അതിവിദഗ്ധമായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സംസ്ഥാന പോലീസിലുണ്ട് എന്നത് നമുക്കൊരു പുതിയ അറിവാണ്. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്ത നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP പറഞ്ഞത്. മാധ്യമ സ്വാതന്ത്ര്യം പിണ്ടം വെച്ച് പിണറായി സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നുവെന്നും കെ സുധാകരൻ MP ഇന്ന് പറഞ്ഞു. വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെതിരെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്ത നടപടി അപലപനീയമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ. കേസ് മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമെന്ന് KUWJ സംസ്ഥാന സെക്രട്ടറി R കിരൺ ബാബു പറഞ്ഞു. ഇത് കൃത്യമായും തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. മാധ്യമ പ്രവർത്തകർ സാധാരണഗതിയിൽ നാട്ടിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളും ഇത്തരം സംഭവങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും മാധ്യമങ്ങൾ ഇത്തരം സംഭവങ്ങൾ അറിയുകയും നേരത്തെ അറിയുകയും ഒക്കെ ചെയ്യാറുണ്ട്. സാധാരണമാണ്. പല മുമ്പ് കാലങ്ങളിലെല്ലാം തന്നെ ഇത്തരം കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെ ഉള്ളപ്പോൾ മാധ്യമങ്ങളെ പലപ്പോഴും അവർ തന്നെ അറിയിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും വിഷ്വൽ എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയാണ് എന്നത് കരുതാനാവില്ല. അത് ഒരിക്കലും ഗൂഢാലോചനയല്ല. നേരത്തെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാധ്യമങ്ങളുടെ കടമയാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ അതിന് ഗൂഢാലോചനയിൽ പങ്കാളിയാണ് അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് എന്ന് പറയുന്നത് നഗ്നമായ രീതിയിൽ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ലംഘനമാണ്. ഇതിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ ശക്തമായി തന്നെ പ്രതിഷേധിച്ചു. താങ്ക് യു കിരൺ ബാബു. ജോലി ചെയ്തതിന്റെ പേരിൽ കേസെടുത്തത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും പ്രതികരിച്ചു. ഈ കേരള ഭരണത്തിന്റെ ഒരു നേർരൂപമാണ് ഇത് കാണിക്കുന്നത്. ഈ രാജ്യത്ത് എന്തും നടത്താം എന്നുള്ള ധാർഷ്ട്യവും ധിക്കാരവും കൊണ്ട് ഭരണം നടത്തുന്ന ആളുകളുടെ പ്രതിരൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പാർട്ടിക്കാര് കൊലപാതകം നടത്തിയാൽ പോലും രക്ഷപ്പെട്ടു പോരുക, മറ്റുള്ളവർ ദൃക്സാക്ഷികളായാൽ പോലും അവരെ പ്രതികളാക്കുക, ജനങ്ങൾക്ക് അറിയേണ്ടത് അവരെ അറിയിക്കാൻ മധ്യസ്ഥരായ മാധ്യമ പ്രവർത്തകർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ ഭരണഘടനാപരമായ മനുഷ്യത്വപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അതിനെതിരെ കേസെടുക്കുക. സംസ്ഥാനത്ത് രാജഭരണമാണ് നടക്കുന്നതെന്ന് RSP നേതാവ് NK പ്രേമചന്ദ്രൻ MP ഇന്ന് പ്രതികരിച്ചു. പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ ഒരു സംഭവവും കരിങ്കൊടി കാണിച്ച സംഭവവും റിപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ കൊലപാതക ശ്രമത്തുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരായി 24 ന്യൂസിൻ്റെ എറണാകുളം റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള വിനീതയ്ക്കെതിരായിട്ടുള്ള കേസ് ജനാധിപത്യത്തോടുള്ള ഏറ്റവും കനത്ത അവഹേളനമാണ്. മാധ്യമ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലക്കല്ല് എന്ന് നിരന്തരം പറയുകയും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രസംഗിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ഒരു സംഭവം, ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ 24 ന്യൂസിൻ്റെ എറണാകുളം റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള വിനീതയ്ക്കെതിരായി ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്ന് പ്രതികരിച്ചു. ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ പട്ടാളത്തിന് ഗസ്റ്റാപ്പോ എന്ന പേരാണ് കൊടുത്തത്, അല്ലാതെ ലൈഫ് സേവിംഗ് ഗാർഡ് എന്നുള്ളൊരു പേരല്ല കൊടുത്തത്. ഹിറ്റ്ലറേക്കാൾ വലിയ ഏകാധിപതിയായ പിണറായി വിജയൻ, അതിനേക്കാൾ വലിയ കഠോര ഹൃദയനായ പിണറായി വിജയൻ ആളുകളെ തല്ലാനും കൊല്ലാനും ഇറങ്ങുന്ന കൊട്ടേഷൻ സംഘത്തിന് കൊടുത്തിരിക്കുന്ന പേര് ജീവൻ രക്ഷ സേന എന്നാണ്. ഇതൊക്കെയാണ് നവകേരളത്തിൻ്റെ ബാക്കി പത്രം. പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ CL തോമസ് പ്രതികരിച്ചു. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിഷേധമായാലും അത് ഏത് തരത്തിലുള്ള പ്രതിഷേധമായാലും അത് ഒരു മാധ്യമ പ്രവർത്തകനോ അവരെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. ജോലിയുടെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെതിരെ പോലീസ് കേസ് എടുക്കുന്ന നടപടി അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ എന്തായാലും നിരക്കുന്നതല്ല. ഇത് വളരെ വിചിത്രമായ ഒരു വാദമാണ്. ജോലി ചെയ്യാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള ശുദ്ധമായ നഗ്നമായ കടന്നുകയറ്റമാണ്. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമപ്രവർത്തകരുടെ ജോലിയാണ്. അത് പോലീസിനും അറിയാം.
എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വിചിത്രമായ കൗതുകം ഉണ്ടാക്കുന്ന ഒരു നടപടി ഉണ്ടായത്? പൊതുജനങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നറിയാൻ ഞങ്ങൾ അവരെ സമീപിച്ചു. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നത് ശരിയില്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം നവകേരളത്തിൻ്റെ എൻ്റെ നല്ലതും ചീത്തയായുള്ള കാര്യങ്ങൾ അങ്ങോട്ടും കൂടെ പറയണമല്ലോ. അപ്പോൾ അതിന് മാധ്യമങ്ങൾ പറയുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല. കേസെടുത്തത് എന്തായാലും ശരിയില്ല. മാധ്യമ പ്രവർത്തനം പറഞ്ഞാൽ അവരെല്ലാം ആണല്ലോ എല്ലാം വിളിച്ചെത്തു കൊണ്ടുവരുന്നതും പ്രവർത്തിക്കുന്നതും. അവരെതിരെ കേസെടുക്കുന്നത് ന്യായമായ കാര്യമല്ല. പോലീസിൻ്റെ നടപടി എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ, പോലീസിന് എന്താ പറയുക, ഇദ്ദേഹം പറയുന്നതിൻ്റെ അങ്ങേപ്പുറം ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. ഇവർ പോലീസുകാർ ഇപ്പോൾ ഒരു എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുക, അത്രയേ ഉള്ളൂ. കേസെടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് നേരമുള്ളൂ. ആ കേസിൻ്റെ പിന്നാലെ നമുക്ക് പോവുക, നമ്മൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, ഇതൊക്കെ തന്നെ നടക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ അത് ഒട്ടും യോജിക്കാൻ പറ്റാത്ത സംഗതിയാണ്. തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. മാധ്യമങ്ങൾ വലിയൊരു ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ. അവരാണ് ഈ നമുക്ക് വാർത്തകളൊക്കെ എത്തിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നല്ലതല്ല. അപ്പോൾ മാധ്യമ പ്രവർത്തകർക്കെതിരെ അവർ കേസെടുക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത് ആദ്യത്തെ അനുഭവമാണ്. ഇതിപ്പോൾ 24 വാർത്ത ഞങ്ങൾ എപ്പോഴും കാണുന്നുണ്ട്. അതിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞതാണ് വിശ്വാസം. ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകൾ വസ്തുതാപരമായി ജനങ്ങളിൽ എത്തിക്കണം എന്ന ആഗ്രഹത്തോടെ വരുന്ന മാധ്യമ പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന വേട്ടയാടലായാണ് വിനീതയ്ക്കെതിരെ നടന്ന സംഭവത്തെ കാണുന്നുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.